സംസ്ഥാന സ്കൂൾ കലാമേളയിലെ പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറ്, ഓയിൽ പെയിന്റിങ്ങില് ഇതിന് മൂന്നിലും അല്ലേ മനസ്സിലേക്ക്? എനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിന്റിങ്, വാട്ടർ കളറിങ് എന്നീ 3 ഇനങ്ങളിലും ഹാട്രിക് എ ഗ്രേഡ് നേടാൻ സാധിച്ചായിരുന്നു. അപ്പോൾ അതായത് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ നിന്നാണ് ഈ മാനസമീര കുടുംബത്തോടൊപ്പം എത്തിയിട്ടുള്ളത്. വള്ളങ്ങളുടെയും വെള്ളങ്ങളുടെയും നാടാണ്. അങ്ങനെ വഞ്ചിപ്പാട് അല്ലേ ഹാട്രിക് വിജയമാണ്. അച്ഛൻ മുരുകനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മോക്കാണെങ്കിൽ രാഷ്ട്രപതിയുടെ ഏതൊക്കെ തരത്തിലുള്ള അവാർഡുകളാണ് ഇപ്പോൾ ഈ മോള് പിന്നെ കുഞ്ഞുനാൾ മുതലേ പടം വരയ്ക്കുന്നുണ്ട്. ഒരു 3 വയസ്സ് മുതലേ അവിടെ പടം വരയുടെ ശ്രദ്ധ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ വൈഫ് മോന് എല്ലാം കൂടെ ഒന്നിച്ച് അവളെ കൊണ്ട് പോകുകയും വരുന്നത്. അപ്പൊ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവള് പിന്നെ പടം വരച്ചുകൊണ്ടിരിക്കുകയും ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് ഹരിപ്പാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലോട്ട് മോളോട് മാറ്റുന്നത്. കൊറോണ സമയം ആ വർഷം കലോത്സവമില്ലായിരുന്നു. 9ാം ക്ലാസ് ആയപ്പോഴത്തേക്കും മോള് കലോത്സവത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തപ്പോൾ തന്നെ സ്റ്റേറ്റിൽ പങ്കെടുക്കാനും പറ്റി. ആ സമയത്ത് മോക്ക് ഓയിൽ പെയിന്റിങ്ങിന് മോക്ക് എ ഗ്രേഡ് സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10, 11, ഇപ്പം 12ാം ക്ലാസ്സിലായിരുന്നു മോൾ പഠിക്കുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് ഈ 3 വർഷവും ഹാട്രിക് നേടിക്കൊണ്ട്, അതായത് ഹാട്രിക് അതായത് വാട്ടർ കളറ്, ഓയിൽ പെയിന്റ്, പെൻസിൽ ഡ്രോയിങ്, ഇത് 3ലും അടുപ്പിച്ച് 3 വർഷവും എ ഗ്രേഡ് വാങ്ങിച്ചിട്ടാണ് മോളിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ മോളെയും കൊണ്ട് വരുന്ന ഈ സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ലാസ്റ്റ് കലോത്സവമായിട്ട് 12ാം ക്ലാസ് ആയില്ലേ. ഇനിയിപ്പം കോളേജ് തലവല്ലേ ബാക്കിയുള്ള കാര്യം. സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യവും ആ ഒരു സന്തോഷവും ഒക്കെ നമ്മൾ ഇനി അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ TV കൂടെ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ ഒരു വിഷമം വരുന്നത്. മനസ്സിലായ ഏത് വിഷയങ്ങളൊക്കെയായിരുന്നു തന്നത് പെൻസിൽ ഡ്രോയിങ്ങിനും വാട്ടർ കളർ, ഓയിൽ പെയിന്റിങ്ങിനും ഒക്കെ? ഞങ്ങൾക്ക് പെൻസിൽ ഡ്രോയിങ്ങിന്റെ വിഷയം എന്ന് പറയുമ്പോൾ നമ്മുടെ തടിപ്പണിശാലയായിരുന്നു നമ്മുടെ പെൻസിൽ ഡ്രോയിങ്ങിന്റെ വിഷയം. ഓയിൽ പെയിന്റിങ്ങിന്റെ വിഷയം നമ്മളുടെ മഞ്ഞുള്ളൊരു പ്രദേശത്തെ പ്രഭാതം, അങ്ങനെ എന്തോ ഒരു സബ്ജക്റ്റ് ആയിരുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പിന്നെ വാട്ടർ കളറിങ്ങിന്റെ വിഷയം എന്ന് പറയുമ്പോൾ കൃഷിസ്ഥലമായിരുന്നു വിഷയം. കേന്ദ്ര സർക്കാരിന്റെയും മറ്റേ സംസ്ഥാന സർക്കാരിന്റെയും നിരവധി അവാർഡുകളൊക്കെ മോള് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്? അത് പിന്നെ മോള് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് നാഷണൽ ലെവലിൽ പെയിന്റിംഗ് കോമ്പറ്റീഷൻ വരുന്നത്. അത് എനർജി കൺസർവേഷന്റെ ഭാഗത്തായിട്ടുള്ള മത്സരമായിരുന്നു. അത് നമുക്ക് ഇവിടെ പങ്കെടുത്തു. മോക്ക് ഇവിടെ പിന്നെ ഫസ്റ്റ് ഇവിടെ പ്രൈസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകുമായിരുന്നു. ഡൽഹി പങ്കെടുത്ത കുട്ടികൾ 13 കുട്ടികളെ അവർ പിന്നെ എല്ലാം കൂടി തിരഞ്ഞെടുക്കും ഡൽഹിയിൽ. ആ മൊത്തത്തിൽ 13 കുട്ടികൾ ഓരോ കുട്ടി എൻ്റെ മോളാണ്. അപ്പം റിസൾട്ട് വന്നപ്പോഴും നമ്മൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ആ വർഷം 2023 മോക്ക് മാത്രമേ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അതായത് കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റേറ്റിൽ നിന്ന് പോയ കുട്ടികളുടെ കൂട്ടത്തിൽ മോക്ക് മാത്രമേ ആ വർഷം അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ രാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങ് വെച്ചാണ് മോക്ക് അവാർഡ്. തീർച്ചയായിട്ടും കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് മോക്ക് അവാർഡ് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അവർക്ക് ഇപ്പൊ തൊട്ടിപ്പുറത്തെ ഈ പ്രാവശ്യത്തെ ഉജ്ജ്വലബാല്യം പുരസ്കാര ജേതാവും കൂടിയാണ് എൻ്റെ മോൾ. 2024 ഉജ്ജ്വലബാല്യം പുരസ്കാര ജേതാവ് കൂടിയാണ്. അത് ജനുവരി 2ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രിയുടെ അവരുടെ നിന്ന് മോള് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പെയിന്റിംഗ് എല്ലാം കൂടെ ഒരു എക്സിബിഷൻ നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ടോ അച്ഛനുമായിട്ട് ആലോചിച്ചിട്ട് വരച്ചിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ? അത് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കൊച്ചിലെയൊക്കെ എൻ്റെ അച്ഛൻ, ഞാൻ 5ലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ പ്രളയത്തിന്റെ സമയമാണല്ലോ, ആ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ പ്രളയത്തിലെ കുറെ വാർത്തകൾ വരുമ്പോൾ അത് പത്രത്തിൽ നിന്ന് എടുത്തിട്ട് അത് വരച്ചിട്ട് ഞങ്ങളൊരു ബുക്ക് പോലെ ആക്കിയിട്ട് ലളിതകലാ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അത് അന്ന് സാധിച്ചില്ല. കാരണം അന്ന് ഞാൻ അത്ര കൊച്ചുകുട്ടിയായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളുടെ ഭയങ്കര ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ലളിതകലാ അക്കാദമി തന്നെ പറ്റുവാണെങ്കിൽ ഒരു എക്സിബിഷൻ നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. ഭാവിയില് ഈ മേഖലയിൽ തന്നെ കരിയറായിട്ട് മുന്നോട്ട് പോകാനാണോ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് നമ്മുടെ ഡിസൈനിങ് ഉള്ള ആ ഒരു ഫീൽഡില്ല, ഡിസൈനിങ് ഫീൽഡിലോട്ട് പോകാനാണ് ആഗ്രഹം. അങ്ങനെ വള്ളപ്പാടുകൾ ഹാട്രിക് നേടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിന്റിംഗും ആ ഇനത്തിലും മിന്നുന്ന വിജയം കരസ്ഥമാക്കിയാണ് +2 വിദ്യാർത്ഥിനിയും ഹരിപ്പാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സ്കൂളിൽ നിന്നും +2 കഴിഞ്ഞ് സ്നേഹ മോൾ. ഇനിയിപ്പോൾ അങ്ങനെ ആ വിദ്യാഭ്യാസം കൂടെ പൂർത്തിയായി വീണ്ടും ഈ മേഖലയിലേക്ക് ഒരു വരയുടെ പുതിയ പന്താവ് തേടി ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്ക് പോകാനാണ് മാനസമീരയും കുടുംബവും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, തൃശൂർ.